ഹലോ ഗായ്സ്, വെൽക്കം. അപ്പം നമ്മളിന്ന് ലുലു മാളിൽ ചെറിയൊരു പർച്ചേസിങ്ങിന് വേണ്ടി പോവുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഞാൻ ഇതുവരെ കളിച്ചാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അമ്മയും അച്ഛനെയും കാണാനില്ല. അപ്പോൾ എന്താ എൻ്റെ ബാക്കിൽ നിന്ന് ഒളിച്ച് നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ ഈ ട്രെയിനൊക്കെ നോക്കി അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അച്ഛനെ കാണാനില്ല. എന്തുവാ, അച്ഛനങ്ങ് ഫ്രണ്ടിൽ പോയി. ഞാൻ അച്ഛൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു നോട്ടമാണ് നിങ്ങൾ കാണുന്ന. അച്ഛൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ടല്ല, വേറൊരു കാര്യം കൊണ്ടുണ്ടായി, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ ട്രോളിയൊക്കെ എടുത്ത് അകത്തോട്ട് കയറാൻ പോകണേ. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. എന്തിനെന്നറിയാമോ ഈ തുള്ളിച്ചാടുന്നത്? ഇതിന് വേണ്ടിയാണ് ഞാൻ തുള്ളിച്ചാടുന്നത്. ഇതിനകത്ത് കയറിയിരിക്കാൻ നല്ല രസമാണ്. അങ്ങനെ ഞാൻ അതിനകത്ത് കയറി ആ ഡോറൊക്കെ അടച്ച് ഇവരെന്നെ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോയിട്ട് ഒരു സൈഡിൽ ഇരുത്തുമേ. എന്നിട്ട് ഇവർ സാധനം എടുക്കാൻ പോകുമ്പോൾ എന്നെ ഈ സൈഡിൽ ഇരുത്തിയേക്കും. അപ്പോൾ എന്നെ പുറത്ത് വിട്ടാനുള്ള അവസ്ഥ നിങ്ങൾക്ക് കണ്ടേതേ, ഇതാണ് എന്നെ പുറത്ത് വിട്ടാലുള്ള അവസ്ഥ. ഞാൻ എല്ലാം പറക്കി ആ ട്രോളി നിറയ്ക്കും കേട്ടോ. അങ്ങനെ എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനമൊക്കെ ഞാൻ എടുത്ത് ആ ട്രോളിക്കകത്തിട്ട്, എന്നിട്ട് ഞാൻ ഈ സോപ്പ് പൊടിൻ്റെ വെയിറ്റൊക്കെ നോക്കി, എന്നിട്ട് ഈ ഗ്ലാസ് നല്ല രസമുണ്ടല്ലോ എടുത്തപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞ്. അങ്ങനെ ഇതിൻ്റെ നല്ല കുറച്ച് സ്മെല്ലുകളുണ്ടായിരുന്നു. അപ്പോൾ അതിലേതാ നല്ലതെന്നൊക്കെ നോക്കി ഞങ്ങൾ ഒരെണ്ണം എടുത്ത്, എന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരു ബ്രഷാണ് ഞാൻ നോക്കുന്നത്. അങ്ങനെ ഒരു ബ്രഷൊക്കെ എടുത്ത് ഞങ്ങൾ ഗ്രോസറിയിലോട്ട് പോയി. അവരവിടെ നിന്ന് ഗ്രോസറി മേടിക്കുമ്പോൾ ഞാൻ ഈ ലൈനിൽ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ അവർ ഗ്രോസറിയൊക്കെ മേടിച്ച് നെക്സ്റ്റ് വെജിറ്റബിൾ സെക്ഷനിലോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വെജിറ്റബിൾസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ എല്ലാം കൂടി പറക്കിയിട്ട് കളിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷേ അതിന് പറ്റത്തില്ലല്ലോ. ഞാൻ എന്തിനാണെന്നറിയാം ഈ കവർ എൻ്റെ ഷോൾഡറിൽ ഇട്ടേക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് പോയി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതാകുമ്പോൾ നമ്മളെ തോളിൽ നിന്ന് കീറിങ് എടുത്താൽ മതി. അതിന് ശേഷം ഞാൻ കുറച്ച് ക്യുക്കുംബേഴ്സ് എടുത്ത്, എന്നിട്ട് ഈ മുളകില്ലാതെ എൻ്റെ അമ്മ ഫിഷ് കറി വെക്കത്തില്ല കേട്ടോ. അങ്ങനെ വെജിറ്റബിൾസൊക്കെ ബില്ലടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോയപ്പോൾ ഈ ഒരു ഫ്രൂട്ട് ഞാൻ കണ്ടത്. ഇതിൻ്റെ പേരറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് നന്നായിട്ട് പ്രസ് ആവുന്നുണ്ട്. പ്രസ് ചെയ്തപ്പോൾ പിന്നെ എനിക്കിത് പൊട്ടിപ്പോകുന്ന പേടിയായതുകൊണ്ട് തന്നെ ഞാൻ അതിനെ അവിടെ തിരിച്ച് വെച്ചേട്ടോ. എന്നിട്ട് പല ടൈപ്പിൽ ആപ്പിളുകളുണ്ടായിരുന്നു അവിടെ. നല്ല രസമായിരുന്നു അതൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടേക്കുന്നത് കാണാൻ. അങ്ങനെ അതൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഗൺ പോലത്തെ ഒരു സാധനം കണ്ടു. അപ്പോൾ ഞാൻ അത് വിചാരിച്ചത് ഗണ്ണായിരിക്കുന്നു, പക്ഷേ ഇതൊരു ഇടിയപ്പം മേക്കറാണ് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിനെയൊക്കെ നോക്കി അവിടെ വെച്ചിട്ട് ഞാൻ അവിടെ മീറ്റ് സെക്ഷനിൽ പോയിട്ട് അവിടെ എന്തൊക്കെ എഴുതി വെച്ചേക്കുന്നതെന്നൊക്കെ വായിച്ചു. എന്നിട്ട് ബില്ലടിച്ചു കേട്ടോ. വെജിറ്റബിൾസ് ഈ സ്ഥലം വിട്ട് എനിക്കൊരു കളിയില്ല. ഇവിടെ സ്നാക്സൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് വാങ്ങിച്ചു. ഇത് കണ്ടോ ഗായ്സ്, കാഷ്യൂനട്ടിൻ്റെ കുറേ ടൈപ്പ് സ്വീറ്റ്സുകളുണ്ടായിരുന്നു. എനിക്ക് ഏത് മേടിക്കണമെന്ന് കൺഫ്യൂഷനായിരുന്നു. കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു അവിടെ കാഷ്യൂനട്ടിൻ്റെ. വെറൈറ്റി സ്വീറ്റ്സാണ് ഇരിക്കുന്നത്. ഇത് പിന്നെ ഡോൺട്സ് ആട്ടോ. എനിക്കിപ്പോൾ അത് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതൊന്നും മേടിച്ചില്ല. ഈ വലിയ ബ്രെഡ് കണ്ടപ്പോൾ ഞാൻ എൻ്റെ അമ്മയെടുത്ത് പറഞ്ഞു ഇതെനിക്ക് പില്ലയായിട്ട് ഉപയോഗിക്കാമെന്ന് കേട്ടോ. കാരണം അത് ഭയങ്കര വലുതായിരുന്നു കേട്ടോ. എന്നിട്ട് അതൊക്കെ നോക്കി ഞങ്ങളിത് തിരിച്ച് ബില്ലൊക്കെ അടിച്ചു. അപ്പം ഞാൻ ഇത്രയും കിടന്ന് എഫേർട്ട് എടുത്തില്ലേ. അപ്പോൾ ഞങ്ങൾ മേടിച്ച സ്നാക്സൊക്കെ കൊണ്ട് ഫുഡ് കോർട്ടിൽ പോവുകയാണ് കേട്ടോ, അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡ് കോർട്ടിൽ പോയി അവിടെ ഇരുന്ന് ഒരു സീറ്റൊക്കെ കണ്ടുപിടിച്ചിരുന്നു. ഞാനും അമ്മയും കൂടെ ഹാൻഡ് വാഷ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇതാണ് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സ്നാക്സ്, പ്രിയാസോ റോള്. അങ്ങനെ ഞാൻ പ്രിയാസോ റോളൊക്കെ കഴിച്ച് ബോൾ ഗ്രേപ്സ് ജ്യൂസൊക്കെ കുടിച്ച്. അപ്പം അച്ഛൻ അങ്ങ് പോയപ്പോൾ ഞാൻ അച്ഛൻ്റെ പുറകെ ഓടി. അങ്ങനെ അച്ഛൻ തിരിച്ചു വന്നപ്പോൾ അച്ഛൻ ഒരു ബ്ലാക്ക് ടീ ഒക്കെ മേടിച്ചു. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് പോവാൻ തിരിച്ച് വന്നിച്ചപ്പോൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നടന്നപ്പോഴാണ് ഞാൻ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് കാർട്ടൂൺ ക്യാരക്ടർ ഷിൻചാനെ കണ്ടത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാർട്ടൂൺ ക്യാരക്ടറാണ്. അങ്ങനെ പിന്നെ ഈ ട്രീ ഒക്കെ നോക്കി ഞങ്ങൾ തിരിച്ചു പോവാണ്. ഞാൻ ആ പ്രിങ്കിൾസ് എടുത്തെൻ്റെ കൈ വെച്ചേക്കാണ്. അച്ഛനമ്മയും പറയുന്നത് അതിപ്പോൾ തിന്നില്ലെന്ന്. ഞാൻ അത് ആ എസ്കലേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ ഉടനെ അത് പൊട്ടിച്ച് തിന്നാൻ തുടങ്ങി. അപ്പം നമ്മളിതേ പോവാൻ പോവാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.